ഇന്ന് കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. സാധാരണ ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ള പോലെ രാഷ്ട്രീയ കാര്യങ്ങളും പബ്ലിക് അഫയേഴ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആ മെഹർമന്തി വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ ഇഷ്യൂ കഴിഞ്ഞിട്ട്, ഇനിയിപ്പോൾ നീ ആരെ കാണിക്കാനാ, ആരെ ബോധിപ്പിക്കാനാ ഇത് ചെയ്യുന്നത്, ആ ചൂട് കഴിഞ്ഞല്ലോ, ഇപ്പം ആളുകൾ മറ്റു കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബോധിപ്പിക്കാനും തെളിയിക്കാനും ട്രെൻഡിങ് ആവാനും വേണ്ടിയിട്ടല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കറിയണമായിരുന്നു ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ പഠിക്കുകയായിരുന്നു നമ്മുടെ സോ കോൾഡ് മീഡിയ, പ്രബുദ്ധ മലയാളികൾ, പ്രബുദ്ധ ഇൻഫ്ലുവൻസേഴ്സ്, പ്രബുദ്ധ മതേതരവാദികൾ, ഇവരെ എത്ര ദിവസം ഈ വിഷയം ചർച്ച ചെയ്യും എന്നെനിക്കറിയണമായിരുന്നു. കാരണം ഇത് ചെറിയ വിഷയമല്ല. ചേർത്തലയിലുള്ള മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റുകാർ അവരുടെ വിഷുദിനാശംസകൾ നേരുന്ന പോസ്റ്ററിൽ ഉണ്ണികൃഷ്ണൻ മന്തി കഴിക്കുന്നതായിട്ട് പിക്ചറൈസ് ചെയ്തതിനെ തുടർന്നുണ്ടായ ഇഷ്യൂ ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം. പോസ്റ്റർ പുറത്തു വന്ന ഇഷ്യൂ അതിനെ തുടർന്ന് പിറ്റേന്ന് തന്നെ ഇവരുടെ പാർട്ട്ണർമാരിൽ ഒരാൾ തന്നെ ഇതിൻ്റെ വിശദീകരണ വീഡിയോ ആയിട്ട് രംഗത്തെത്തിയിരുന്നു. നമ്മുടെ പോലീസിന് എന്ത് പറ്റിയെന്നറിയില്ല. സാധാരണ ഈ ആംഗിളിൽ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ മാറിയിരുന്ന് കളിയാണെന്ന പോലീസ് പെട്ടെന്ന് തന്നെ ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം തന്നെ പാർട്ട്ണറിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടപ്രകാരം പോലീസിൻ്റെ പരമാധികാരം നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലല്ലാത്തതുകൊണ്ടായിരിക്കണം. കുറച്ച് നാൾ മുമ്പ് ഗുരുവായൂർ പടിഞ്ഞാറനടയിൽ പാരഡൈസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഹക്കീം എന്നൊരാൾ അതിനടുത്തുള്ള ഒരു ഹിന്ദു ഉടമസ്ഥതയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലുള്ള തുളസിത്തറയിൽ തൻ്റെ രഹസ്യഭാഗത്തെ രോമം പറിച്ചിടുന്നത് CCTV വഴി കേരളം മുഴുവൻ കണ്ടതാണ്. അടുത്തത് ഇക്കഴിഞ്ഞ വിഷുവിന് വിഷുക്കണി ഒരുക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു മുസ്ലിം ലീഗ് വനിതാ നേതാവിനെ ആ കമൻറ്റ് ബോക്സിൽ ചെന്ന് പറയാൻ ഇനി തെറിയൊന്നും ബാക്കിയില്ല. പോരാത്തതിന് അവരെ ജീവനോടെ നരകത്തിലെത്തിച്ച് നരകത്തിൽ വിറകുള്ളിയാക്കിയ ഒരുപാട് എണ്ണത്തിന് ആ കമൻറ്റ് ബോക്സിൽ കാണാം. 3 ദിവസം ഇങ്ങനൊരു സംഭവമേ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാട്. 3 ദിവസം കഴിഞ്ഞ് ഈ അറസ്റ്റിലായ പാർട്ട്ണറിന് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഞാൻ എല്ലാ മീഡിയയും കയറി ഇറങ്ങി നോക്കി. ഒരു രക്ഷയില്ല. ഈ സംഭവം നേരെ തിരിച്ചായിരുന്നെങ്കിൽ കേരളത്തിലെ മീഡിയയും രാഷ്ട്രീയക്കാർ ഇത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഹിന്ദു ഉടമസ്ഥയിലുള്ള റെസ്റ്റോറൻറ്റുകാർ പെരുന്നാൾ ആശംസയുടെ ഭാഗമായിട്ട് മുഹമ്മദ് നബി പോർക്കൊലത്തിയത് വല്ലതും കഴിക്കുന്നത് പിക്ചറൈസ് ചെയ്ത് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇനി അതേ നാണയത്തിൽ തന്നെ പിടിക്കേണ്ടത്. കുറച്ച് നാൾ മുൻപ് ഒരു സ്കൂൾ മാനേജ്മെൻറ്റുകാർ സ്കൂളിലുള്ള എല്ലാ കുട്ടികളോടും ഒരേ യൂണിഫോം സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞതിന് ഇവിടെ നടന്ന പുകലൊക്കെ ഓർമ്മയുണ്ടോ? ആ സംഭവത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പോയവരെയും ചേർത്ത് പിടിക്കാൻ പോയവരൊന്നും ഈ സംഭവത്തിൽ കാണുന്നില്ലല്ലോ. അതെന്തായിരിക്കും? ഈ സംഭവം എന്ന് പറയുന്നത് കുവൈറ്റ്, സൗദി എന്നീ രാജ്യങ്ങളിൽ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രോജക്റ്റാണ്. ആദ്യം മറ്റുള്ളവൻ്റെ വിശ്വാസത്തെ കയറി ചൊറിയും. അവൻ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറയുമ്പോൾ മതനിന്ദ ആരോപിക്കും. എന്നിട്ട് അവനെ നാട് കടത്തിക്കും. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ കേരളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രൊവോക്കേഷൻസ് ഇഗ്നോർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മനസ്സമാനത്തോടുകൂടി നമുക്ക് ഇനി ഈ നാട്ടിൽ ജീവിക്കാം.